വാളുകൊണ്ടാണ് പരിശുദ്ധമായ ദീൻ വളർന്നെന്ന് പരിഹസിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, കാശ്മീരിൽ 27 പേരെ വെടിവെച്ച് കൊന്ന വാർത്ത കേട്ടപ്പോ അല്ലാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നവരുണ്ടല്ലോ, മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുന്നവരുണ്ടോ. എന്നാൽ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം എന്തെന്നറിയുമോ? ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ കൊല്ലുന്നത്, ഒരാളെ കൊല്ലുന്നത് ഈ ഭൂമിയിലുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ മതം. കൊലപാതകത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭീകരവാദമാകട്ടെ തീവ്രവാദമാകട്ടെ ഒരാളെയും പ്രയാസപ്പെടുത്തരുതെന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അള്ളാന്റെ ദീനിനെ കുറിച്ച് പഠിക്കണം സഹോദര. റോഡിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന് ഉപദ്രവമായിട്ട് റോഡിൽ ഒരു കല്ല് കിടന്നാൽ, ഒരു കമ്പ് കിടന്നാൽ, ഒരു കുപ്പിച്ചില്ല് കിടന്നാൽ അതെടുത്തു മാറ്റുന്നവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ. റോഡിലൂടെ നടന്നു പോകുന്നവർക്ക് ഉപദ്രവമായി കിടക്കുന്ന ഒരു കല്ലെടുത്തു മാറ്റിയാൽ അവൻ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മതമാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന് ഒരാളെ കൊല്ലാൻ കഴിയില്ല, ഒരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല. അവൻ ജീവിക്കുന്ന രാജ്യത്തിനെതിരായി പ്രവർത്തിക്കാൻ കഴിയില്ല. അവൻ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവനല്ല, അവൻ അനുസരണയുള്ളവനാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ അനുസരണയുള്ളവനാണെന്ന. അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ, ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവനാ, നിബിധങ്ങൾ പറയുന്നത് അനുസരിക്കുന്നവനാ. അതുകൊണ്ട് ഒരാളെയും കൊല്ലുന്നവനല്ല, ഒരാളെയും വേദനിപ്പിക്കുന്നവനല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പരിഹസിക്കുന്നവര്, അള്ളാന്റെ ദീനിനെ നാണം കെടുത്തുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? നിന്റെ വീട് നീ മുകളിലേക്ക് ഉയർത്തിക്കെട്ടാൻ പാടില്ല. അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമാണെങ്കിൽ നീ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീൻ. അയൽവാസിക്ക് ഉപദ്രവമാകുമെങ്കിൽ അവന്റെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമാണ് 2 നില വീട് വെക്കുന്നതെങ്കിൽ നീ 2 നില വീട് വെക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ദീൻ. ആ ദീനിന്റെ അനുയായികളെ പരിഹസിക്കുന്നവരുണ്ടല്ലോ. അറിയാത്തത് കൊണ്ടാ സഹോദര, നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. എവനെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടാ പോരാ, പഠിക്കണേ സഹോദര, പഠിക്കണേ സഹോദര. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ജദാ കാശ്മീരിൽ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയത്. ആ മനുഷ്യന്റെ പൊന്നാര മകള് പറഞ്ഞ വാർത്ത എന്തെന്നറിയുമോ? പത്രക്കാരോട് ആ പെങ്ങള് പറയുകയാ, കാശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി. എനിക്ക് സ്വന്തം അച്ഛൻ മരിച്ച പൊന്നുമോള് പത്രക്കാരോട് പറയുകയാണ്, എനിക്ക് കാശ്മീരിൽ പോയപ്പോ മുസാഫിറും ഷമീർ എന്ന് പറയുന്ന 2 കൂടപ്പറപ്പുകളെയാ കിട്ടിയത്. അഭിമാനത്തോടുകൂടി പറയുകയാണ്, ബാങ്ക് വിളിക്കുന്ന പള്ളിയുടെ മിനാരത്തിലൂടെ പടച്ചവനെ അക്രമത്തെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. ഓടി വന്നത് മുസ്ലിമീങ്ങളാണ്. പടച്ചവനെ സ്വന്തം ജീവിതം പോലും നോക്കാതെ അതാ ശത്രുവിന്റെ മുമ്പിലേക്ക് ചാടി വീണിട്ട് സ്വന്തം ജീവിതം പോലും പടച്ചവനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തതും മുസ്ലിമായിരുന്നു. ആ സമുദായമാണെന്ന് പേരുദോഷം കേൾക്കുന്നത്, ആ സമുദായത്തെയാണ് ഇന്ന് ആക്ഷേപിക്കുന്നത്. എന്നാൽ പഠിക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? പടച്ചവനെ, തീവ്രവാദിക്ക് ഒരിക്കലും മതമില്ലടോ, തീവ്രവാദിക്ക് മതമില്ല. അവൻ മതത്തെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ, മതത്തിന്റെ ഒരു വാചകം അറിയുമായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇതുപോലെ ജോലി ചെയ്യാൻ തയ്യാറാകില്ല.